കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KCB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കാൻ 7 ദിവസത്തോളം വേണ്ടിവരുമെന്ന് KCB അറിയിച്ചു. ദിലിഷ തിലകരുടെ വിവരങ്ങളുമായി. ദിലിഷ, ഒരാഴ്ചയെന്നൊക്കെ പറഞ്ഞാൽ അതൊരു നീണ്ട കാലയളവാണ്. പക്ഷേ തകരാർ പരിഹരിക്കാൻ അത്രയും സമയം വേണമെന്ന് KCB അറിയിക്കുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും? ഒപ്പം ഈ വൈദ്യുതിയിലെ നിയന്ത്രണം അത് ഏത് സമയത്തായിരിക്കും, എത്ര ദൈർഘ്യമുണ്ടാകും, അതുമല്ല പൂർണ്ണമായും കുറേ നേരം മുടങ്ങുമോ? എന്താണ് KCB നൽകുന്ന വിവരങ്ങൾ? ഗോകുൽ, ശ്രീനിധി, അതായത് വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വരും ദിവസങ്ങളിൽ ഈ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കീഴിലുള്ള കോഴിക്കോട് KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാറിലായതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം. എന്തായാലും വടക്കൻ കേരളം ഇത്തരത്തിൽ ഇരുട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ലഭിക്കുന്നത്. ഈ സബ്സ്റ്റേഷനിലെ ഒരു ട്രാൻസ്ഫോമർ തകരാറിലായതിലാണ് ഈ നിലവിലെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടാണ് ഈ ട്രാൻസ്ഫോമർ നിലവിൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഈ തകരാറ് പരിഹരിച്ച് ഈ സബ്സ്റ്റേഷൻ പൂർണ്ണ സജ്ജമാകാൻ ഏകദേശം ഒരാഴ്ചയോളം സമയം എടുക്കുമെന്നാണ് ഈ പവർ ഗ്രിഡ് കോർപ്പറേഷൻ അധികൃതരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ 7 ദിവസത്തേക്കാണ് ഈ പ്രസ്തുത ജില്ലകളിൽ, ഈ 4 വടക്കൻ കേരളത്തിലെ 4 ജില്ലകൾ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ദിവസത്തേക്കാണ് വൈദ്യുതി വിതരണത്തിൽ ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. എന്തായാലും ഈ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി വൈദ്യുതി വിതരണം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.